ആദ്യം ഉച്ചക്കത്ത് കഴിക്കുന്നതിന് ക്ഷീണം മാറിയിട്ട് വിട്ട് ബാക്കി നമുക്ക് പിന്നെ പറയാം. ഇത് ഇന്നത്തെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് വിത്ത് വെജിറ്റബിൾസ് സപ്പറിന് റോ ഫിഷൊക്കെ ഇങ്ങനെ വയ്ക്കും കേട്ടോ. നമുക്ക് ആവശ്യമില്ല വെജിറ്റബിൾസ്, ചിക്കൻ സൂപ്പ്, mashed potatoes, lasagna, turkey stew and rice and all the salads and this chili, this is our favorite. Then sweet items, all, oh this looks nice. Then fruits. Okay, നമ്മുടെ മുറിയിലേക്കാണ് വന്നേ. Cousin, good morning. So today last day. Are you ready? Oh, the most arrangement on the orange. It looks very nice today. Breakfast last day. എന്താ പരിപാടി ഇന്ന്? തിരുമൽ സ്പാ. സ്പാ ഇവിടെ ഹമാം എന്ന് ഇവിടുത്തെ ഭാഷ പറയുന്നത്. സോ ഇന്ന് മൊത്തം ഞങ്ങൾ തിരുമ്മി ഒളിച്ചെടുക്കാൻ പോകുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകും. അപ്പം ഞങ്ങൾ സൺലൈറ്റ് ഗാർഡനിൽ നിന്ന് ബൈ പറയുകയാണ് ഇന്ന്. ഇവിടെ ഇത് ഞാൻ നട്ട കുറച്ച് വെന്തികളാട്ടോ. അത് മുളച്ച് പൂണ്ടായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ എൻട്രൻസ്. പക്ഷേ ഇത് വിശാലമായൊരു ഇതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആദ്യം റിസപ്ഷൻ, പിന്നെ സ്വിമ്മിംഗ് പൂളുകൾ, ഓറഞ്ച് മരങ്ങൾ, ലെമൺ മരങ്ങൾ എല്ലാം വളരെ വിശാലമായ ഭംഗിയായ ഒരു റിസോർട്ടാണ്. സൺലൈറ്റ് ഗാർഡൻ വലിയ റിസോർട്ടാണ്. ഞങ്ങളുടെ 8ാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. വൈകുന്നേരം ആകുമ്പോൾ ഫ്ലൈറ്റൊക്കെ വൈകുന്നേരം ആണെങ്കിലും ട്രാൻസ്പോർട്ട് ഇത് നമ്മുടെ നാട്ടിലെ പോലെ നല്ല ഇല്ലേ, അത് 2 കളർ പൂവുണ്ടാവും. 2 കളർ അത് എല്ലായിടത്തും ഇവിടെ എല്ലായിടത്തും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഗാർഡൻ. പിന്നെ ഇത് നാരങ്ങ മരമാണ്. നാരങ്ങ, ലെമൺ, ഓറഞ്ച് ചെറുതായി വന്നിട്ടുണ്ട്. അത് പഴുത്ത് കഴിഞ്ഞാലുള്ള നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാ സീസണും ഉണ്ടാവുന്നുണ്ടല്ലോ. ഇപ്പോൾ പഴുത്തത് കൊണ്ട് ചെറുതായിട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേ എൻജോയ് ചെയ്തു. നല്ലൊരു പ്ലേസാണ് താമസിക്കാനും. ഒരു 5 മിനിറ്റ് അങ്ങോട്ട് നടന്നാൽ ബീച്ചാണ്. അവിടെയൊക്കെ ഷോപ്പുണ്ട്, ഇവിടെയൊക്കെ ഷോപ്പുണ്ട്. പിന്നെ അങ്ങോട്ട് നടന്നാൽ റൈറ്റിലേക്ക് നടന്ന കുറേ ഷോപ്പുകളുണ്ട്. പിന്നെ ഇവിടുത്തെ ബസ്സിൽ €1 കൊടുത്താൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇറക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാൻ തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ എങ്ങനെയുണ്ടായി നിങ്ങൾക്ക്? ഞങ്ങൾ സ്പായ്ക്ക് വന്നേക്കുന്നതാണ്. ഇവിടെ സ്പായ്ക്ക് വേണ്ടി വന്നേക്കുന്നതാണ് ഞങ്ങൾ. ഇന്ന് ഞങ്ങളുടെ പരിപാടി അതാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ മസാജിങ് ആയിരുന്നു. സ്പാ നല്ലായിരുന്നു. അകത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നീട്. അത് വെയിലടിക്കാണ്ട് സം പ്രൊട്ടക്ഷനും എല്ലാം വെച്ചിട്ട് ഇവിടെ അങ്ങനെ ഏജ് ലിമിറ്റ്. ഞങ്ങളിവിടെ നിന്ന് വിട പറയാണ് കേട്ടോ. ഇത് വേറൊരു ഹോട്ടലാണ്. ഡ്രീം വേൾഡ് പാലസ്. മോശമാണ്. ഇതൊക്കെ 5 സ്റ്റാറാണ്. ബസ് നമ്മളിപ്പോൾ ഈസ്റ്റ് ജെറ്റിൻ്റെ ഹോളിഡേയ്സ് ബസ് 6ാമത്തെ സ്ഥലത്ത് നിർത്തണം. നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവരുടെ പല ഹോട്ടലിൽ നിന്ന് ആളുകൾ എടുത്തെടുത്താണ് പോണത്. അപ്പോൾ 1 മണിക്കൂർ എത്തേണ്ടത് നമുക്ക് 2 മണിക്കൂർ കണക്കാക്കി ഇറങ്ങിയാൽ ശരിയാവും. അപ്പോൾ ബെയർ ഇൻ മൈൻഡ്, അത് മറന്നു പോകരുത്. നമ്മൾ യുവത്തിയിലിരുന്ന് പേടിക്കേണ്ട സമയത്ത് നമ്മൾ എത്തിച്ചോളും. ഇപ്പോൾ സമയം 5:40.
ഞങ്ങൾക്ക് ഇവിടെ അറ്റ്ലീസ്റ്റ് 7 മണിക്കൊന്നും എത്തണം. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ആളുകൾ വരുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹോപ്പ്ഫുള്ളി വിൽ റീച്ച് ഇൻ ടൈം. എങ്ങനെ ഉണ്ടായി പുള്ളിയുടെ എയർപോർട്ടിലെത്തി. ടെർമിനൽ 1ഉം ടെർമിനൽ 2ഉം തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടെർമിനൽ 2വിലാണ് ഞങ്ങൾ മാഞ്ചസ്റ്ററിലേക്കുള്ള ഫ്ലൈറ്റ്. ഞങ്ങളുടെ ബസ് ഞങ്ങൾ ടെർമിനൽ 2വിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വന്തമായിട്ട് വരണമെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ.